ഈ സ്റ്റോറിയുടെ പാർട്ട് 1-ൽ റോബ് എന്ന കുട്ടി അവൻ്റെ അച്ഛനായ ആദം എന്ന ആൾക്ക് ക്രിസ്മസ് മോർണിംഗിലുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നിട്ട് 2 മണിയായ സമയം അവിടെയാണ് നമ്മൾ സ്റ്റോറി കഴിഞ്ഞ പാർട്ട് 1-ൽ അവസാനിപ്പിച്ചതിന് ശേഷം ഇവിടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യണം. At 2:45 he got up and put on his clothes. 2:45 സമയത്ത് അവൻ എണീറ്റ് അവൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചു. He crept downstairs. അവന് മെല്ലെ മെല്ലെ തട്ടിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് മെല്ലെ മെല്ലെ ഇറങ്ങി വന്ന് കെയർഫുൾ ഓഫ് ദ ക്രീക്കി ബോർഡ്സ് ആൻഡ് ലെറ്റ് ഹിംസെൽഫ് ഔട്ട്. അവനിങ്ങനെ തട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇത് ഒരുപാട് കാലം മുമ്പുള്ള വീടാണല്ലോ, അപ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പൊക്കെ കരകര സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മെല്ലെ ശ്രദ്ധിച്ചവൻ വീടിൻ്റെ പുറത്തേക്ക് വന്ന് ദ കൗസ് ലുക്ക്ഡ് അറ്റ് ഹിം. ഇങ്ങനെ എന്താ ഇപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ എണീറ്റ് വന്നിക്കണം എന്നുള്ളൊരു അർത്ഥത്തിൽ പശുക്കൾ അവനിങ്ങനെ നോക്കി. സ്ലീപ്പി ആൻഡ് സർപ്രൈസ്ഡ്. എന്താ ഇന്നേരത്തെ ഇവിടെ പരിപാടി എന്ന അർത്ഥത്തിൽ അവരിങ്ങനെ പശുക്കൾ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കുകയെന്നും അവർ ആ കണ്ണുകളോട് കൂടെ അതേപോലെ തന്നെ അത്ഭുതപ്പെട്ടുകൊണ്ട് അവനിങ്ങനെ നോക്കി. ഇറ്റ് വാസ് ഏർലി ഫോർ ദം ടു. അത് സാധാരണ കറക്കാൻ 4 മണി സമയത്താണല്ലോ വരിക. അപ്പോൾ ഇന്നിപ്പോൾ എന്താ നേരത്തെ, അവർക്കും ഇതൊരു നേരത്തെ ആണല്ലോ. He had never milked all alone before. അവൻ്റെ ലൈഫിൽ ഇതുവരെ ഒറ്റയ്ക്ക് ഈ മിൽക്കിംഗ് പരിപാടി നടത്തി നോക്കിയിട്ടില്ല. ബട്ട് ഇറ്റ് സീംഡ് ഓൾമോസ്റ്റ് ഈസി. പക്ഷെ അവൻ വിചാരിച്ച അത്ര റിസ്ക് ഒന്നും ഇല്ലായിരുന്നു ഈ പരിപാടി. ഹി കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ഹിസ് ഫാദേഴ്സ് സർപ്രൈസ്. അവനിങ്ങനെ പാല് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ആ ജോലിയൊക്കെ ചെയ്യുമ്പോഴും അവനിങ്ങനെ പോയ സമയത്തൊക്കെ അവൻ്റെ അച്ഛൻ്റെ ഒരു എക്സ്പ്രഷൻ എന്തായിരിക്കും, അച്ഛൻ്റെ ഈ സർപ്രൈസ് കാണുമ്പോൾ അച്ഛൻ്റെ ഫീലിംഗ് എന്തായിരിക്കും, അതിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അവനെല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്. ഹിസ് ഫാദർ വുഡ് കം ഇൻ ആൻഡ് ഗെറ്റ് ഹിം. അവനിങ്ങനെ ഉറങ്ങേണ്ട ആ റൂമിൽ കിടക്കുന്ന സമയത്ത് അച്ഛൻ റൂമിലേക്ക് വരും, എന്നിട്ട് അവനെ വിളിക്കും. സെയിങ് ദാറ്റ് ഹി വുഡ് ഗെറ്റ് തിങ്സ് സ്റ്റാർട്ട് വൈൽ റോബ് വാസ് ഗെറ്റിംഗ് ഡ്രസ്ഡ്. റോബെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേന് ഞാൻ പരിപാടിയൊക്കെ തുടങ്ങാം എന്ന അർത്ഥത്തിൽ അവൻ്റെ അച്ഛൻ ആദം റൂമിൽ വന്നിട്ട് അവനിങ്ങനെ വിളിക്കും. എന്നിട്ട് ഹി വുഡ് ഗോ ടു ദ ബാൺ. അങ്ങനെ താഴോട്ട് ഇങ്ങനെ പശുക്കളൊക്കെ ആ ഏരിയക്ക് ഇങ്ങനെ നടന്നു പോകും. ഓപ്പൺ ദ ഡോർ. വാതിലുകൾ ഇങ്ങനെ തുറക്കും. ആൻഡ് ദെൻ ഹി വുഡ് ഗോ ടു ദ 2 ബിഗ് എംപ്റ്റി മിൽക്ക് ക്യാൻസ്. അങ്ങനെ അച്ഛൻ പോയിട്ട് ആ സാധാരണ പാൽ നിറക്കുന്ന വലിയ ക്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലും. ബട്ട് ദേ വുഡിൻ ബി വെയിറ്റിംഗ് ഓർ എംപ്റ്റി. അങ്ങനെ അച്ഛൻ ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ ക്യാൻ പിടിച്ച് വലിക്കുന്ന സമയത്ത് ക്യാനുകൾ അത് കാലിയാകൂല. ദേ വുഡ് ബി സ്റ്റാൻഡിങ് ഇൻ ദ മിൽക്ക് ഹൗസ് ഫീൽഡ്. അച്ഛൻ നോക്കുന്ന സമയത്ത് ആ മിൽക്ക് ഹൗസിൽ, അതായത് പാൽ വെക്കുന്ന അവിടെ ആ സ്ഥലത്ത് ഈ 2 ക്യാനുകൾ ഇങ്ങനെ പാൽ നിറഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയായിരിക്കും. അങ്ങനെ ആ പാത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ വാട്ട് ദ ഹി കുഡ് ഹിയർ ഹിസ് ഫാദർ എക്സ്ക്ലെയിമിങ്. അവൻ്റെ അച്ഛൻ അവൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഈ അത്ഭുതപ്പെടുന്നത് പോലെ, ആശ്ചര്യപ്പെടുന്നത് പോലെ ആ സൗണ്ട് ഇങ്ങനെ അച്ഛൻ ഇവിടെ ശരിക്കും വന്നിട്ടൊന്നുമില്ല, പക്ഷെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ പറയല്ലോ, അതിങ്ങനെ അവൻ്റെ മുന്നിൽ ഇങ്ങനെ മുഴങ്ങുന്നത് പോലെ അവനിങ്ങനെ തോന്നി. ഈ സ്മൈൽഡ് ആൻഡ് മിൽക്ക്ഡ് സ്റ്റേഡിയിൽ അവൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പാലിങ്ങനെ ഉത്സാഹത്തോടു കൂടി കറന്നുകൊണ്ടിരുന്നു. ടു സ്ട്രോങ് സ്ട്രീംസ് റഷിങ് ഇൻ ടു ദ പെയിൽ. നല്ല ശക്തമായ രൂപത്തിൽ അരുവികൾ ഒഴുകുന്നത് പോലെ 2 ധാരകൾ. പെയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ബക്കറ്റ്, പാത്രം എന്നൊക്കെ അർത്ഥം. ആ പാത്രത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഫ്രോസിങ് ആൻഡ് ഫ്രാഗ്രൻറ്റ്. ആ വരുന്ന പാല് അതിങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ട്, അതുപോലെ തന്നെ സുഗന്ധം പരത്തുന്നുമുണ്ട്. പാലിനൊരു പ്രത്യേക ഒരു വാസന ഉണ്ടാവുമല്ലോ, ആ ഒരു വാസന പരത്തിക്കൊണ്ട് 2 അരുവികൾ ഒഴുകുന്നത് പോലെ ആ പാലിങ്ങനെ പാത്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. The task went more easily than he had ever known it to go before. ഈ പരിപാടി അവൻ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ കഴിഞ്ഞു. സംഭവം അങ്ങനെയല്ല, നമ്മൾ എന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ട് താല്പര്യത്തോടെ ചെയ്യണമെങ്കിൽ പരിപാടിയൊക്കെ ജോലിയൊക്കെ പെട്ടെന്ന് തീരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ അവൻ വിചാരിച്ചിരുന്നത് പോലെ, അല്ലെങ്കിൽ അവൻ മുമ്പ് അറിഞ്ഞതിനേക്കാൾ സിമ്പിളായിരുന്നു ഈ പരിപാടി. മേക്കിംഗ് ഫോർ വൺസ് വാസ് നോട്ട് എ ചോർ. ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ചെറിയ ജോലികൾക്കാണ് ചോറെന്ന് പറയുക. ചെറിയ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഈ നമ്മൾ ഒരു ജോലി ചെയ്യുക എന്നത് അത് ശരിക്കും അതൊരു ജോലിയല്ല. ഒരു പ്രാവശ്യം പാല് കറന്നു കൊടുക്കുക എന്നുള്ളത് അതൊരു ബോറിംഗ് പരിപാടിയല്ല. ഇറ്റ് വാസ് സംതിങ് എൽസ്, എ ഗിഫ്റ്റ് ടു ഹിസ് ഫാദർ ഹു ലവ്ഡ് ഹിം. അവനെ ഇഷ്ടപ്പെടുന്ന അവൻ്റെ അച്ഛനുള്ള ഒരു ഗിഫ്റ്റായിരുന്നു അവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. ഹി ഫിനിഷ്ഡ്
കുറച്ച് സമയത്തിനുള്ളിൽ അവൻ്റെ പരിപാടിയൊക്കെ ചെയ്ത് തീർത്ത്. 2 milk cans were full. ആ 2 മിൽക്കിൻ്റെ പാത്രങ്ങളും ആ പാൽപാത്രങ്ങളും അത് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി കവേർഡ് ദം ആൻഡ് ക്ലോസ്ഡ് ദ മിൽക്ക് ഹൗസ് ഡോർ കെയർഫുള്ളി. അങ്ങനെ അവൻ ആ പാത്രമൊക്കെ എടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് അതൊക്കെ കവർ ചെയ്ത് മൂടി വെച്ച് മെല്ലെ ആ മിൽക്ക് ഹൗസിൻ്റെ ഡോറ് മെല്ലെ ക്ലോസ് ചെയ്തു. മേക്കിംഗ് ഷുവർ ഓഫ് ദ ലാച്ച്. അങ്ങനെ അവന് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഡോറിൻ്റെ ലാച്ച് ആ കതക് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ അവൻ മറന്നില്ല. അങ്ങനെ ബാക്ക് ഇൻ ഹിസ് റൂം ഹി ഹാഡ് ഓൺലി എ മിനിറ്റ് ടു പുൾ ഓഫ് ഹിസ് ക്ലോത്hes ഇൻ ദി ഡാർക്ക്നെസ് ആൻഡ് ജംപ്ഡ് ഇൻടു ബെഡ് ഫോർ ഹി ഹിയർഡ് ഹിസ് ഫാദർ അപ്പ്. അവൻ അങ്ങനെ മെല്ലെ ഇരുട്ടത്ത് നേരെ റൂമൊക്കെ കയറിപ്പോയി അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൻ മെല്ലെ ബെഡിലേക്ക് ചാടി. 1 മിനിറ്റ് കഴിഞ്ഞില്ല അവൻ്റെ അച്ഛൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. He put the covers over his head to silence his quick breathing. അവന് മുകളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ധൃതിയിൽ വന്നതുകൊണ്ട് തന്നെ അവൻ്റെ ശ്വാസോച്ഛ്വാസം വളരെ സ്പീഡിലായിരുന്നു. അവനത് മറക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ തലക്ക് മുകളിലൂടെ പുതപ്പെട്ടു. ദ ഡോർ ഓപ്പൺഡ്. അങ്ങനെ റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. Rob, his father called. We have to get up, son, even if it is Christmas. മോനെ റോബേ, എണീക്കടാ, ക്രിസ്മസ് ആണ്, എന്നാലും നമുക്ക് നമ്മളെ പരിപാടിയൊക്കെ ചെയ്യണ്ടേ, എണീറ്റ് വേടാം. ഓൾറൈറ്റ്, ഹി സെഡ് സ്ലീപ്പിലി. പിന്നെ ഉറക്കത്തിലുള്ളത് പോലെ അവന് മേലെ ഇങ്ങനെ ഓൾറൈറ്റ് അച്ഛാ ഞാനിപ്പോൾ വരാമെന്ന് അവന് മേലെ പറഞ്ഞു. The door closed and he lay still, laughing to himself. അച്ഛൻ ഡോർ അടിച്ചിട്ട് അച്ഛൻ പോയി. അവൻ അവിടെ തന്നെ കിടന്നു. അവനോട് തന്നെ ചിരിച്ചുകൊണ്ട് മെല്ലെ അങ്ങനെ ഒരു ചെറിയൊരു ഇളം ചിരിയിൽ അവൻ അവിടെ തന്നെ ഇങ്ങനെ കിടന്നു. ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് ഹിസ് ഫാദർ വുഡ് നോ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും. ഹിസ് ഡാൻസിങ് ഹാർട്ട് വാസ് റെഡി ടു ജംപ് ഫ്രം ഹിസ് ബോഡി. അവൻ്റെ ഉള്ളിൽ തുടിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ഹൃദയം പുറത്തേക്ക് ചാടുമോ എന്ന് അവനക്ക് തോന്നിപ്പോയി. ദ മിനിറ്റ്സ് വേർ എൻഡ്ലെസ്. ഓരോ സമയം ഏഞ്ഞ് നീങ്ങുകയായിരുന്നു. സമയം അവസാനിക്കുന്നില്ല. 10, 15, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. ഹി ഡിഡ് നോട്ട് നോ ഹൗ മെനി, എത്ര സമയം പോയെന്ന് അവനക്ക് മനസ്സിലായില്ല. ആൻഡ് ഹി ഹിയർ ഹിസ് ഫാദേഴ്സ് ഫുഡ് സ്റ്റെപ്സ് അഗെയിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കാൽപാദങ്ങളുടെ ആ ഒരു ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങി. ദ ഡോർ ഓപ്പൺ ആൻഡ് ഹി ലേ സ്റ്റിൽ. റൂമിൻ്റെ വാതിൽ തുറന്നു. അവൻ ശബ്ദമടക്കി മെല്ലെ അവിടെ കിടന്നു. റോബ്, മോനെ റോബേ. യെസ് ഡാഡ്. എന്താച്ചാ? ഹിസ് ഫാദർ വാസ് ലാഫിങ്, എ ക്യൂറിയസ് സോബിങ് സോർട്ട് ഓഫ് ലാഫ്. അവൻ്റെ അച്ഛനെ ചിരിക്കുകയായിരുന്നു. കരച്ചിലിൻ്റെ വക്കോളം എത്തിയതുപോലത്തെ ഒരു വിചിത്രമായ ഒരു ശബ്ദത്തോടു കൂടിയായിരുന്നു അവൻ്റെ അച്ഛൻ ചിരിച്ചിരുന്നത്. സോ യു വുഡ് ഫോൾ മീ ഡിഡ് യു? മോനോട്ടാ ഈ എന്നെ പറ്റിച്ചല്ലടാ. ഹിസ് ഫാദർ വാസ് സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ്. അവൻ്റെ അച്ഛൻ അവൻ്റെ കട്ടിലിനരികിൽ നിൽക്കുകയായിരുന്നു. ഫീലിംഗ് ഫോർ ഹിം, പുള്ളിങ് എവേ ദ കവർ. അവൻ്റെ റോബ് അവൻ്റെ മുകളിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ പുതപ്പ് മാറ്റിക്കൊണ്ട് അവനോട് വളരെയധികം സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ ആ ഒരു ഫീലിങ്ങോട് കൂടിയായിരുന്നു അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഈസ് ഫോർ ക്രിസ്മസ് ഡാഡ്. അച്ഛ, എൻ്റെ വക അച്ഛനല്ലോ ഒരു ക്രിസ്മസ് സമ്മാനമാണ് അച്ഛ. He found his father and clutched him in a great hug. അവൻ നോക്കിയപ്പോൾ അവൻ്റെ അച്ഛൻ വന്നിട്ട് വലിയ ഒരു ആലിംഗനത്തോടു കൂടെ അവനെ മുറുകെ പിടിച്ചു. He felt his father's arms go around him. അവൻ്റെ അച്ഛൻ്റെ കൈകൾ അവനെ ചുറ്റുന്നത് പോലെ അവനക്ക് അനുഭവപ്പെട്ടു. It was dark and they could not see each other's face. ചുറ്റും ഇരുട്ടായതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും മുഖങ്ങളിൽ എന്ത് ഭാവഭേദങ്ങളാണ് മിന്നിമായുന്നതെന്ന് ഇരുവർക്കും കാണാൻ സാധിച്ചില്ല. സൺ, ഐ താങ്ക് യു. നോബഡി എവർ ഡിഡ് എ നൈസർ തിങ്. മോനെ നന്ദിടാം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും ഉഷാറായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എൻ്റെ ജീവിതത്തിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ലടാ. ഓ ഡാഡ്, ഐ വാണ്ട് യു ടു നോ ഐ ഡു വാണ്ട് ടു ബി ഗുഡ്. ഞാനും നല്ലൊരു ആളാകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അച്ഛ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യണത്. ദ വേർഡ്സ് ബ്രോക്ക് ഫ്രോം ഹിം ഓഫ് ദെയർ ഓൺ വിൽ. വാക്കുകൾ അവനറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു. ആ വാക്കുകൾ അവരുടെ ഇഷ്ടപ്രകാരം, ആ വാക്കുകളുടെ ഇഷ്ടപ്രകാരം നേരിട്ട് അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു.
ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. ആ സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അവനക്കറിയില്ലായിരുന്നു. ഹിസ് ഹാർട്ട് വാസ് ബേഴ്സ്റ്റിംഗ് വിത്ത് ലവ്. സ്നേഹം കാരണം അവൻ്റെ ഹൃദയം തുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത പ്രത്യേക തരം ഒരു വികാരം അവൻ്റെ മനസ്സിൽ കടന്നു വന്നു. വളരെയധികം സന്തോഷത്തോടു കൂടി അവൻ അവിടെ നിന്നു. He got up and pulled on his clothes and again they went down to the Christmas tree. അവൻ അവിടെ നിന്നും എണീറ്റ് ഡ്രസ്സൊക്കെ ധരിച്ച് അവർ രണ്ടുപേരും കൂടി വീടിൻ്റെ താഴെ ക്രിസ്മസ് ട്രീയുടെ അടുത്തേക്ക് പോയി. ഓ വാട്ട് എ ക്രിസ്മസ്! And how his heart had nearly burst again with the shyness and pride as his father told his mother and made the younger children listen about him. Rob had got up all by himself. അങ്ങനെ താഴെ വന്നിട്ട് ഒരു വല്ലാത്ത ക്രിസ്മസ് തന്നെയായിരുന്നു ആ ദിവസം. താഴെ വന്നിട്ട് അമ്മയോടും അവൻ്റെ സഹോദരങ്ങളോടും എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത് എന്നൊക്കെ വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അവനെ ലജ്ജയോടുകൂടി അതെല്ലാം കേട്ടിരിക്കുകയാണ്. അവന് വല്ലാത്ത ഒരു എന്തൊക്കെയോ ഒരു ഫീലിംഗ് അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. The best Christmas gift I ever had, and I will remember it, son, every year on Christmas morning, so long as I live. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഏറ്റവും മനോഹരമായ ഒരു ക്രിസ്മസ് സമ്മാനമാണ് എനിക്കിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എല്ലാ ദിവസവും എല്ലാ ക്രിസ്മസ് ദിവസവും ഞാൻ ഈ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ഈ ഒരു സ്പെഷ്യൽ സംഭവം ഞാൻ എന്നും ഓർക്കും മോനെ. They both remembered it. എല്ലാ ക്രിസ്മസ് വരുമ്പോഴും ഇവർ രണ്ടുപേരും അച്ഛൻ റോബും കൂടി പഴയ സംഭവങ്ങൾ ഇങ്ങനെ അനുസ്മരിക്കും. And now that his father was dead. പക്ഷേ ഇന്നേ ദിവസം ഈ ക്രിസ്മസ് രാവിലെ എണീറ്റപ്പോൾ അവരെന്തൊക്കെയോ ഫീലിംഗ്. അച്ഛനിപ്പോൾ തൻ്റെ കൂടെയില്ല. ഹീ റിമെമ്പേർഡ് ഇറ്റ് എലോൺ. സാധാരണ എല്ലാ ക്രിസ്മസ് ദിവസങ്ങളിലും രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നായിരുന്നു സംഭവങ്ങൾ അനുസ്മരിച്ചിരുന്നത്. ഇന്ന് ക്രിസ്മസ് രാവിലെ റോബ് ഒറ്റയ്ക്കിരുന്ന് പഴയ സംഭവങ്ങൾ അവൻ്റെ ഓർമ്മയുടെ താളുകളിലൂടെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നു. That blessed Christmas dawn when alone with the cows in the barn he had made his first gift of true love. അങ്ങനെ ആ ഒരു ദിവസം അവൻ്റെ 15ാമത്തെ വയസ്സിലുണ്ടായിരുന്ന ആ ഒരു നല്ല ഒരു ക്രിസ്മസ് പ്രഭാതത്തിൽ അന്നായിരുന്നു അവൻ്റെ ഉള്ളിലുള്ള ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ പകരമായിട്ട് അവൻ്റെ അച്ഛന് കൊടുത്ത ആ ഒരു ഗിഫ്റ്റിൻ്റെ മാധുര്യം. അന്നത്തെ ആ ഒരു ദിവസം എത്ര സുന്ദരമായിരുന്നു. This Christmas he wanted to write a card to his wife. ഇന്നത്തെ ഈ ഒരു ക്രിസ്മസ് ദിവസം അവൻ്റെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതാൻ തീരുമാനിച്ചു. ആൻഡ് ടെൽ ഹെർ ഹൗ മച്ച് ഹി ലവ്ഡ് ഹെർ. ആ കത്തിലൂടെ അവൻ്റെ ഭാര്യയെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു എന്ന കാര്യം അവൻ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. ഇറ്റ് ഹാഡ് ബീൻ എ ലോങ് ടൈം സിൻസ് ഹി ഹാഡ് റിയലി ടോൾഡ് ഹെർ. ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന ഈ ഒരു കാര്യം തൻ്റെ ഭാര്യയോട് അവൻ നേരിട്ട് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. ആൾദോ ഹി ലവ്ഡ് ഹിയർ ഇൻ എ വെരി സ്പെഷ്യൽ വേ. അവൻ്റെ ഭാര്യയെ നല്ല സാധാരണ ആരും ചെയ്യാത്ത രൂപത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് ഒരുപാട് കാലമായിട്ട് റോബ് തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു ക്രിസ്മസ് ദിവസത്തെ ആ ഒരു കാര്യം ചെയ്യാൻ റോബ് തീരുമാനിച്ചു. മച്ച് മോർ ദാൻ ഹി എവർ had when they were young. അവരുടെ യൗവനകാലത്തിൽ, അവരുടെ ചെറുപ്പകാലങ്ങളിൽ, അവരുടെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്ന അവരുടെ നല്ല കാലങ്ങളിലല്ല, അതിലേക്കാൾ എത്രയോ 10 മടങ്ങ് ഞാൻ ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം റോബ് അവൻ്റെ ഭാര്യയെ അറിയിക്കാൻ തീരുമാനിച്ചു. He had been fortunate that she had loved him. അവൻ വളരെ ഭാഗ്യവാനായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യ അവനെയും ഒരുപാട് സ്നേഹിച്ചിരുന്നു. That was the true joy of life. ഒരു യഥാർത്ഥ ജീവിതത്തിൻ്റെ യഥാർത്ഥ ആനന്ദം, ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ദി ആബിലിറ്റി ടു ലവ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ ഈ ഭാഗ്യം, ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ. ലവ് വാസ് സ്റ്റിൽ അലൈവ് ഇൻ ഹിം. ഇറ്റ് സ്റ്റിൽ വാസ്. സ്നേഹിക്കാനും സ്നേഹം തിരിച്ചറിയാനും സ്നേഹം കൊടുക്കാനും അനുഭവിക്കാനുമുള്ള ആ ഒരു കഴിവ് അവൻ്റെ ഉള്ളിൽ, റോബിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളിൽ എവിടേക്കെയോ മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. It occurred to him suddenly that it was alive because long ago it had been born in him when he knew his father loved him. തൻ്റെ ഉള്ളിൽ സ്നേഹം എന്നൊരു വികാരമുണ്ട് എന്നൊരു സംഭവം അവൻ തിരിച്ചറിഞ്ഞത് ഒരു പെട്ടെന്ന് ഒരു ക്ഷണികമായ ഒരു സന്ദർഭത്തിൽ വെച്ചായിരുന്നു. അവൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ അച്ഛനുമായുണ്ടായ ആ ഒരു സംഭവം, ആ സംഭവത്തിലൂടെയായിരുന്നു അവൻ്റെ ഉള്ളിൽ സ്നേഹം എന്നൊരു വികാരം ഉണ്ട് എന്നൊരു സംഭവം അവൻ തിരിച്ചറിഞ്ഞത്. ദാറ്റ് വാസ് ഇറ്റ്. അതെ,
ലവ് അലോൺ കുഡ് അവേക്കൻ ലവ്. സ്നേഹത്തിന് മാത്രമേ സ്നേഹത്തെ ഉണർത്താനാകൂ. ആൻഡ് ഹീ കുഡ് ഗീവ് ദ ഗിഫ്റ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആൻഡ് അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തിരിച്ചും ഇഷ്ടപ്പെടുന്ന അച്ഛന് ആ സ്നേഹത്തിലൂടെ കൊടുക്കാനും വാങ്ങാനും അവൻ ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ദിസ് മോർണിംഗ്, അങ്ങനെ ഇന്നത്തെ പ്രഭാതം, ദിസ് ബ്ലെസ്ഡ് ക്രിസ്മസ് മോർണിംഗ് ഹീ വുഡ് ഗീവ് ഇറ്റ് ടു ഹിസ് ബിലവ്ഡ് വൈഫ്. ഇത്രയും കാലം തൻ്റെ അച്ഛനായിരുന്നു തൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഒരു കത്തിലൂടെ താൻ ആ ഒരു ഇഷ്ടം തൻ്റെ പ്രിയതമയോട് ഞാൻ പങ്കുവെക്കാൻ പോകുകയാണ്. He could write it down in a letter for her to read and keep forever. താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന തൻ്റെ ഭാര്യയ്ക്ക് താൻ ഒരു കത്ത് എഴുതാൻ പോവുകയാണ്. തൻ്റെ ഭാര്യ ആ ഒരു കത്ത് തൻ്റെ കയ്യിലെത്തിയ ശേഷം വായിക്കുകയും അത് ഉള്ളിൽ അത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുമെന്ന് അവൻ കരുതി. ഹി വെന്റ് ടു ഹിസ് ഡെസ്ക് ആൻഡ് ബിഗാൻ ഹിസ് ലവ് ലെറ്റർ ടു ഹിസ് വൈഫ്. അങ്ങനെ അവൻ്റെ 50-ാമത്തെ വയസ്സിൽ റോബ് തൻ്റെ പ്രിയതമക്കുള്ള ഒരു ലവ് ലെറ്റർ, ഒരു സ്നേഹത്തോടു കൂടിയുള്ള തൻ്റെ ഭാര്യയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. തൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇപ്പോഴും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് തുടങ്ങുന്ന ആ ഒരു ലവ് ലെറ്റർ അദ്ദേഹം എഴുതാൻ തുടങ്ങി. മൈ ഡിയറസ്റ്റ് ലവ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ പ്രിയതമയെ. സച്ച് എ ഹാപ്പി ക്രിസ്മസ്. എത്ര മനോഹരമായ ഒരു ക്രിസ്മസ് രാവാണ് ഇന്ന്. നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുള്ള ഒരു ഫീലിംഗ്, ഒരു സന്ദർഭമാണ് ഈ സ്റ്റോറിയിലൂടെ നമുക്ക് പിളസ്പെക്ക് വിവരിച്ചു തരുന്നത്. നമുക്ക് നമ്മുടെ പാരൻസിനെ ഒരുപാട് ഇഷ്ടമായേക്കാം, പാരൻസിന് നമ്മയും ഇഷ്ടമായേക്കാം. നമ്മൾ പലപ്പോഴും പാരൻസിനോടുള്ള ഒരു ഇഷ്ടം തുറന്ന് പറയാറില്ല. ആ ഒരു ഫീലിംഗ് നമ്മൾ എന്തായാലും മാറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ, സാധാരണഗതിയിലുള്ള ഒരാളോട് തോന്നിയ ഇഷ്ടമല്ല, നമ്മളെ വളർത്തുണ്ടാക്കിയ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ പാരൻസ്, നമ്മുടെ മാതാപിതാക്കൾ, അവരോടുള്ള ഇഷ്ടം നമ്മൾ ഷെയർ ചെയ്യണം. ജീവിതകാലം മുഴുവൻ നമുക്ക് ഓർമ്മയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മക്കൂട്ടായി എപ്പോഴും ആ ഒരു അനുഭവം നമ്മുടെ കൂടെ എന്നും, നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും നമ്മളെ സ്നേഹം ലഭിക്കേണ്ടതും ഷെയർ ചെയ്യേണ്ടതും നമ്മുടെ പേരൻസാണ്. ആ ഒരു സ്നേഹം നമ്മൾ എക്കാലവും നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മൾ കൂടെ അതിൻ്റെ ആ ഒരു സ്മരണയിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്.